ഒരു ജോലി നോക്കുമ്പോൾ എന്തായിരിക്കും പ്രയോറിറ്റി? ശമ്പളം എന്നായിരിക്കും മിക്കവരും പറയുക. എന്നാൽ അങ്ങനെയല്ല. ഈ അടുത്ത കാലത്തായി വർക്ക് ലൈഫ് ബാലൻസ് ആണ് യുവാക്കളുടെ ടോപ്പ് പ്രയോറിറ്റി. ജോലി വേറെ, ജീവിതം വേറെ. കൃത്യമായി ഇങ്ങനെ ഒരു മാർജിൻ ഇല്ലാതെ വരുന്നതിൻ്റെ പ്രശ്നങ്ങൾക്ക് നാം സാക്ഷികളാണ്. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് കോട്ടയത്ത് ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ഒരു IT ജീവനക്കാരൻ ജീവനൊടുക്കിയത്. അന്നയെ മറന്നോ എല്ലാവരും? ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപ് ഇതേ കാരണത്താൽ മരണപ്പെട്ട യുവതി. അന്നും നമ്മൾ ചർച്ച ചെയ്തു, ഇനിയൊരു അന്ന ഉണ്ടാകരുതെന്ന്. റാൻഡ്സ്റ്റാഡ് ഏജൻസി നടത്തിയ ആഗോള സർവേയിലാണ് യുവതലമുറ ശമ്പളത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് വർക്ക് ലൈഫ് ബാലൻസിനാണെന്ന് വ്യക്തമായത്. ഏജൻസി പറയുന്നതനുസരിച്ച് 22 വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് സാലറി ടോപ്പ് പ്രയോറിറ്റി സ്ഥാനത്തു നിന്ന് മാറിയത്. 35 രാജ്യങ്ങളിലായി 26,000-ലേറെ ജീവനക്കാർക്കിടയിലാണ് സർവേ നടത്തിയത്. അതിൽ 83% ജീവനക്കാർ പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് പ്രധാനപ്പെട്ടതെന്നാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജോലി എന്ന നിലയിലേക്ക് ചിന്ത മാറി. 45% പേരും ഫ്ലെക്സിബിൾ വർക്ക് സിസ്റ്റവും ജോലി സ്ഥലത്ത് നല്ല സൗകര്യങ്ങൾ വേണമെന്നും ആവശ്യപ്പെടുന്നവരാണ്. 31% പേർ ജോലി മടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് നടക്കാതെ വരുമ്പോൾ രാജിവെക്കുന്നുവെന്നും സർവേ കണ്ടെത്തി. നമ്മുടെ രാജ്യത്ത് IT ജീവനക്കാർക്ക് വർക്ക് ലൈഫ് ബാലൻസ് എത്രത്തോളം ബുദ്ധിമുട്ടാണ്? ഇന്ത്യൻ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവരുടെ പ്രതികരണങ്ങൾ ആദ്യം നോക്കാം. ജീവനക്കാർ ആഴ്ചയിൽ 90 മണിക്കൂർ ജോലി ചെയ്യണം. കഴിയുമായിരുന്നെങ്കിൽ ഞായറാഴ്ചകളിലും ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുമെന്നാണ് L&T ചെയർമാൻ SN സുബ്രഹ്മണ്യൻ പറഞ്ഞത്. ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തി പറഞ്ഞത് ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി വേണമെന്നും. IT ജീവനക്കാർ നേരിടേണ്ടി വരുന്നത് എന്തൊക്കെയാണ്? ഒരു ടീം ലീഡ് ടീം അംഗത്തോട് പറഞ്ഞത് എന്തെന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലഞ്ച് കഴിക്കാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത്. അതിനൊരു മാതിരി സംസാരിക്കും. അതായത് ഞാൻ വർക്ക് ചെയ്യാണ്ട് ലഞ്ച് കഴിക്കാൻ പോകുന്നു. ഓഫീസിൽ തന്നെയാണ് ലഞ്ച്, പക്ഷേ സ്റ്റിൽ പുള്ളിക്കാരൻ അത് പറയും. പിന്നെ അതുപോലെ ഞങ്ങൾ ഒരു 3:30 ആകുമ്പം ചിലപ്പം ഉറക്കം വരുമ്പോൾ ഞങ്ങൾ ടീ ബ്രേക്ക് എടുക്കും. അപ്പം പുള്ളിക്കാരൻ അതൊന്നും പറ്റില്ല. അതായത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ നിനക്ക് മാത്രം എവിടെ നിന്നാണ് ഇതിന് മാത്രം സമയം? പുള്ളി ആക്ച്വലി രാവിലെ ഒരു 9 മണിക്ക് വന്നാൽ വൈകുന്നേരം ഒരു 8 മണിക്കൊക്കെയാണ് തിരിച്ചു പോവുക, അല്ലെങ്കിൽ ഒരു 7 മണിക്കൊക്കെയാണ് തിരിച്ചു പോവുക. അപ്പം പുള്ളിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ആവണം. അതായത് പുള്ളി അങ്ങനെ വർക്ക് ചെയ്യുന്നു, ഞാൻ ആ രീതിയിൽ വർക്ക് ചെയ്യണം, ഇരുന്ന സീറ്റിൽ നിന്ന് എണീക്കാണ്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് പുള്ളിക്ക്. കഴിഞ്ഞ മാസം ബംഗളൂരുവിൽ IT ജീവനക്കാരുടെ സംഘടനയായ KITU പ്രതിഷേധവുമായി രംഗത്തെത്തി. നിരവധി ടെക്കികൾ നിരത്തിലിറങ്ങി. ലേബർ നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. SN സുബ്രഹ്മണ്യന്റെയും നാരായണമൂർത്തിയുടെയും ചിത്രങ്ങൾ അവർ കത്തിച്ചു. ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ലെന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ടു. IT ജീവനക്കാർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അധിക വേതനമില്ലാതെ ജോലി സമയത്തിന് ശേഷവും ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ചുരുങ്ങിയ സമയത്തിൽ ഭാരിച്ച ഡെഡ്ലൈനിലേക്ക് ജോലി തീർക്കാൻ സമ്മർദ്ദം നേരിടുന്നു. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയാലും കാര്യമില്ല, ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. പഠനങ്ങൾ പ്രകാരം ഇന്ത്യയിലെ IT ജീവനക്കാരിൽ 70% പേരും മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പോസ്റ്റ് ഉണ്ട്. ബംഗളൂരുവിലെ ഒരു ടെക്കി ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് വൈറലായിരുന്നു. വർക്ക് ലൈഫ് ബാലൻസ് നന്നാക്കാൻ സഹപ്രവർത്തകയെ കല്യാണം കഴിക്കൂ എന്നാണ് ആ യുവാവ് പോംവഴിയായി പറഞ്ഞത്. ഇതിന് പരിഹാരമില്ലേ? ലോകരാജ്യങ്ങൾ ചെയ്യുന്നത് എന്താണ്? അമേരിക്കയിൽ ശരാശരി 36 മണിക്കൂറാണ് ജോലി സമയം. ചൈനയിൽ ഇത് 48 മണിക്കൂറും. ആ സാഹചര്യത്തിലാണ് ഇന്ത്യയിലുള്ളവരോട് 70-90 മണിക്കൂറുകൾ ജോലി ചെയ്യണമെന്ന് പറയുന്നത്. നടപ്പാക്കാനാവുന്ന ഒരു പരിഹാരം അല്ലെങ്കിൽ മാതൃക എന്നത് റൈറ്റ് ടു ഡിസ്കണക്റ്റ് ആണ്. ജോലി സമയം കഴിഞ്ഞാൽ ജോലി സംബന്ധമായ കോളുകളും ഇമെയിലുകളും ജീവനക്കാർക്ക് അവഗണിക്കാം. ഇത് നടപ്പാക്കാതെ വന്നാൽ കമ്പനിയും മുതലാളിയും പിഴയൊടുക്കേണ്ടി വരും. ഇക്കഴിഞ്ഞ വർഷമാണ് ഓസ്ട്രേലിയ ഈ നിയമം നടപ്പിലാക്കിയത്. അതിനു മുമ്പ് ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, ബെൽജിയം, ഇറ്റലി, ഗ്രീസ് തുടങ്ങി 20ഓളം രാജ്യങ്ങൾ ഈ നിയമം നടപ്പിലാക്കി. 2017 ഫ്രാൻസ് ആണ് ഈ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്. 2018 സുപ്രിയ സുലെ MP ലോക്സഭയിൽ റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ അവതരിപ്പിച്ചുവെങ്കിലും ഒന്നും ഉണ്ടായില്ല. ഇന്ത്യയിലും ഇത് നടപ്പിലാക്കണ്ടേ? നമ്മുടെ IT ജീവനക്കാർക്കും ജീവിക്കണ്ടേ?